ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC ഇൻഫോ വേൾഡ്. LTCക്ക് മുന്നൊരുക്കമായിട്ട് നമുക്ക് ഇന്നും ഒരു 50 GK ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിക്രമണ സമയത്തേക്കാൾ ഏറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹം ശുക്രൻ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? ഗ്രാഫൈറ്റ്, ഘനജലം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് എത്തുന്ന രീതി. എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത്? വികിരണം വഴി. ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരംഗങ്ങളായാണ്? അനുപ്രസ്ഥ തരംഗം. പച്ച വസ്തുവിനെ മഞ്ഞ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കാണുന്ന നിറം. പച്ച വസ്തുവിനെ മഞ്ഞ ഗ്ലാസ്സിലൂടെ നോക്കിയാലുള്ള നിറം പച്ച. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി. ചാലനം. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ് അനുരണനം. ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്ന ഉപകരണം. ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം. ലോകത്താദ്യമായിട്ട് അണുബോംബ് പരീക്ഷിക്കപ്പെട്ട സ്ഥലം ന്യൂ മെക്സിക്കോയിലെ അലമോ ഗാർഡോ. ഇവിടെയാണ് ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിക്കപ്പെട്ടത്. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുൻപോട്ട് പോകാൻ ആ വസ്തുവിന് വേണ്ട കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. സൗരയൂഥത്തോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം ചവണ, ചൂണ്ട, ഐസ്റ്റോങ്സ്. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രി കൗടില്യൻ. ശിലാദിത്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് ഹർഷവർദ്ധൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമം റെഗുലേറ്റിംഗ് ആക്ട്. മുഗൾ ചിത്രകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിൽ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന വർഷം 1595. ദേവപുത്ര എന്ന ബിരുദം സ്വീകരിച്ച ഭരണാധികാരിയാണ് കനിഷ്കൻ. പൈയുടെ വില കൃത്യമായി ഗണിച്ച ശാസ്ത്രജ്ഞൻ ആര്യഭടൻ. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്? ചന്ദ്രഗുപ്ത മൗര്യൻ. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി മംഗലാപുരം സന്ധി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതായിരുന്നു? പോണ്ടിച്ചേരി. ചവിട്ട് നാടകത്തെ കേരളത്തിൽ കൊണ്ടുവന്ന വിദേശ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാർ. പാമ്പ്, പല്ലി തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ട അവയവം ജേക്കബ്സൺസ് ഓർഗൻസ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം അരുണരക്താണുക്കൾ. ആദ്യത്തെ കൃത്രിമമായിട്ട് ആദ്യമായി നിർമ്മിച്ച ഹൃദയം ജാർവിക് 7. ഏറ്റവും കൂടുതൽ ആഴത്തിൽ നീന്താൻ കഴിയുന്ന പക്ഷി പെൻഗ്വിൻ.
ചെടിയുടെ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. സൈലം. ജീവകം B6ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ജീവകം B6ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ: ഡെർമറ്റൈറ്റിസ്, വയറിളക്കം, അനീമിയ. പെയിൻറ്റഡ് ലേഡി എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവി. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ജീവി. ചിത്രശലഭം. വിഷപ്പാമ്പുകളില്ലാത്ത ദ്വീപ്. വിഷപ്പാമ്പുകളില്ലാത്ത ദ്വീപ് മഡഗാസ്കർ. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം. ഏത് ജീവകമാണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത്? ജീവകം C. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ഡോക്ടർ വേണുഗോപാൽ. 1994 ആഗസ്റ്റ് 3 ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം ഇന്ത്യ. പാമ്പിൻ വിഷത്തിനെതിരായി നൽകുന്ന മരുന്ന് അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ആൻറ്റിവെനം. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി EMS നമ്പൂതിരിപ്പാട്. മോഹിനിയാട്ടത്തിന് രൂപം കൊടുത്ത ഭരണാധികാരി. ആരാണ് മോഹിനിയാട്ടത്തിന് രൂപം കൊടുത്ത ഭരണാധികാരി? സ്വാതി തിരുനാൾ മഹാരാജാവ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത്. കേരള സിംഹം, പുരളിശമ്മൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജാവ്. കേരള സിംഹം, പുരളിശമ്മൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് കേരളവർമ്മ പഴശ്ശിരാജ. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ. പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ രാജാവ്. പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത് ഏത് രാജാവാണ്? ആയില്യം തിരുനാൾ. ഇന്ത്യയിലെ ആദ്യത്തെ ബിഷപ്പ് രഹിത നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ബിഷപ്പ് രഹിത നഗരം കോഴിക്കോട്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മുരാടുപുഴ എന്നറിയപ്പെടുന്ന നദി. മുരാടുപുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്ന് അറിയപ്പെട്ടിരുന്ന നദി. പ്രാചീന കാലത്ത് പേരാർ എന്ന് അറിയപ്പെട്ടിരുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ. കേരളത്തിലെ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ 2 ജില്ലകളാണ് കേരളത്തിലെ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ: വയനാടും ഇടുക്കിയും.